എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഇവിടെ എസെക്കിയേൽ ആത്മാവിൽ ഒരു കാഴ്ച കാണുന്നത് ഒരു നദിയെക്കുറിച്ചാണ്. സ്തോത്രം. സാധാരണ നദി അല്ല ഈ നദി. ഇതിനൊത്തിരി ആത്മീക അർത്ഥങ്ങളുണ്ട്. ഇവിടെ പ്രവാചകൻ ആത്മാവിൽ കാണുക ഒരു നദി ഞാൻ കാണുന്നു. സ്തോത്രം. ആ നദിയുടെ വിശേഷത, ആ നദി ചെല്ലുന്നിടത്തൊക്കെ രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന്, ചലിക്കാത്തതൊക്കെ ചലിക്കും. രണ്ട്, ജീവിക്കാത്തതൊക്കെ ജീവിക്കും. അടുത്തത് പ്രവാചകൻ പ്രവചിക്കുകയാണ്. സ്തോത്രം. ഈ നദി ചെല്ലുന്നിടത്ത് വളരെ മത്സ്യങ്ങളുണ്ടാകും എന്ന് പറഞ്ഞാൽ ഇതുവരെയും ഇല്ലാത്തൊരു വർധനവ് ഈ നദി ചെല്ലുന്നിടത്തുണ്ടാകും. മൂന്നാമത് വീണ്ടും പ്രവാചകൻ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയുകയാണ്, ഏത് പഥ്യമല്ലാത്തതിനകത്ത് ഈ നദി ഒഴുകിയിറങ്ങിയാലും ആ വെള്ളം പഥ്യമായി തീരും. എന്നിട്ട് എല്ലാം കൂടെ സമൂലമായി ഒരു ദൂതൂടെ, ദൈവത്തിന് സ്തോത്രം, സകലതും ജീവിക്കും. സ്തോത്രം. ഇവിടെ എസെക്കിയേൽ പറയുകയാണ്, ഈ നദി 47-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. സ്തോത്രം. അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തിങ്കിൽ മടക്കിക്കൊണ്ട് വന്നപ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവിടെ ഒരു നദി പുറപ്പെടുക. നദിയുടെ ഉത്ഭവസ്ഥാനം എവിടാന്നറിയാമോ? ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നാണ് എസെക്കിയേൽ കാണുന്ന നദി ഒഴുകി തുടങ്ങുന്നത്. സ്തോത്രം. പഴയ നിയമത്തിലെ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ആ ഉറവ ഒഴുകി തുടങ്ങുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ നാം ആണ് ആലയം. അങ്ങനെ തന്നെ എവിടുന്ന ഉറവ? സ്തോത്രം. നിന്നെ ദൈവം നട്ട തലത്തിൽ നിന്ന് നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു ഒഴുക്ക് ഈ ദിവസങ്ങളിൽ ദൈവം തുറന്നു വിടാൻ പോവുക. നിനക്കെത്താൻ പറ്റാത്തടത്ത്, നിന്റെ കണ്ണെത്താൻ പറ്റാത്തടത്ത് ഈ ഉറവ ഒന്ന് ഒഴുകി കയറാൻ പോവുക. ഒഴുകുമ്പോൾ നടക്കുന്ന 3 കാര്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുക. ഒന്ന്, ചലനമറ്റതൊക്കെ ഈ ഒഴുക്ക് ചെല്ലുമ്പോൾ ചലിക്കാൻ തുടങ്ങും. സ്തോത്രം. ഏതാണ് ഈ ഒഴുക്കിനെ വ്യാഖ്യാനിച്ചാൽ ഒറ്റ വാക്കിൽ ആത്മനദിയുടെ ഒഴുക്കാണ്. സ്തോത്രം. അടുത്തിരിക്കുന്നതൊന്ന് കൈ കൊടുത്ത് പറ, ഇന്ന് ചില ചലനങ്ങൾ നടക്കുമെന്ന് പറ. ഹല്ലേലൂയ. ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ വിദൂരകളിലേക്ക് ഈ ഒഴുക്ക് ദൈവം തുറന്നു വിടാൻ പോവുക. അത് ആദ്യം ആരിൽ നിന്ന് തുടങ്ങണം? നിന്നിൽ നിന്ന് തുടങ്ങണം. ബൈബിൾ പറയുന്നത് ശ്രദ്ധിക്കേ. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയുന്ന ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറ, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന്. അപ്പൊ ഈ ഒഴുക്കിന്റെ ഉറവ എവിടാ? ദൈവത്തിൽ നിന്ന് ഒഴുകിയതാ.